ഹലോ, ഇറ്റ്സ് മീ ആതിര. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് എന്താണ് നമ്മളെ ഫോറവറിൽ വർക്ക്, എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്തിട്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് എന്നൊക്കെ പറയുന്നൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് നമുക്ക് ഇവിടെ പ്രോഫിറ്റ് കിട്ടുക, അത് ആളെ ചേർക്കുമ്പോഴാണോ അല്ലെങ്കിൽ സെയിൽസ് നടക്കുമ്പോഴാണോ. അപ്പം ഇതിനൊക്കെയുള്ളൊരു ക്ലാരിഫിക്കേഷനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് കാണുക കേട്ടോ. ഫോറവർ എന്താണ്? അപ്പോൾ ഈ ഫോറവർ എന്ന് പറയുന്ന ഇതിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ പ്രീമിയം ആയിട്ടുള്ള ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആണ്. ആൻഡ് വെൽനസ് കെയർ, ഹെൽത്ത് ബെനിഫിറ്റ്സിനായിട്ടുള്ള ഇങ്ങനത്തെയുള്ള പ്രോഡക്റ്റ്സ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. അത് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ആൻഡ് ഇത് ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റ്സും തന്നെയാണ്. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് നമുക്ക് പ്രോഫിറ്റ് വരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളിവിടെ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ്. നമ്മൾ എല്ലാ ബിസിനസ്സിലും ഉള്ള പോലെ തന്നെയുള്ള ഒരു വർക്കാണ് നമ്മളെ ഇവിടെയും വരുന്നത്. നമ്മളിപ്പോൾ ഒരു ഹോട്ടൽ എടുക്കുകയാണ്. ആ ഹോട്ടലിൽ നമുക്ക് എങ്ങനെയാണ് പ്രോഫിറ്റ് വരുന്നത്? കസ്റ്റമർ വന്ന് അവിടെ ഇരുന്ന് അവരവരുടെ ആവശ്യമുള്ള സാധനങ്ങൾ അവർ ഓർഡർ ചെയ്ത് കഴിച്ചതിന് ശേഷം നമുക്ക് പേ ചെയ്യുന്നു. അപ്പോഴല്ലേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് നമുക്കിവിടെ എങ്ങനെയാണ് പ്രോഫിറ്റ് വരുന്നതെന്ന് നോക്കാം. എങ്ങനെയാന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നമുക്കിവിടെ എന്താണ്, ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്ട്സ് ഉണ്ട്. ഈ പ്രോഡക്ട്സിന്റെ കച്ചവടം നടക്കുന്ന സമയത്ത് ആ കച്ചവടത്തിന്റെ ലാഭമാണ് നമുക്കിവിടെ പ്രോഫിറ്റ് ആയിട്ട് കമ്പനി തരുന്നത്. ഓക്കെ, ചിലരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്കൊരു ഫിക്സഡ് സാലറി, മാസ ശമ്പളമാണ് കിട്ടുന്നത് ആണ്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ ഒരു ഫിക്സഡ് സാലറി ഇല്ല. അപ്പോൾ ഫോർ ആൻ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്, ഒരു 19 to 20 ഇയേഴ്സ് ഉള്ള ഒരു സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ. അവർ ഇവിടെ ഒരു മാനേജർ പോസ്റ്റിൽ ഇരുന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അവർക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നത് എന്താണ്? 6 ഫിഗർ ഇൻകം ആണ്. അപ്പം അവരെന്തുകൊണ്ടാണ് ആ ഒരു 6 ഫിഗർ ഇൻകം നേടുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ആ ഒരു 6 ഫിഗർ ഇൻകം നേടാൻ സാധിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, അവർ അത്രയും വലിയൊരു കച്ചവടം ആ ഒരു മന്തിൽ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് അതിൻ്റെ ഒരു പ്രോഫിറ്റ് കിട്ടുന്നത്, ഒരു 6 ഫിഗർ അംഗമായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അവർ ത്രൂ നടക്കുന്ന ഒരു കച്ചവടത്തിൻ്റെ ലാഭമാണ് അവർക്ക് കിട്ടുന്നത്. ഇപ്പം ഒരു 19 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇപ്പോൾ 1,00,000 രൂപ ശമ്പളം കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഇത് അവള് നടത്തിയ കച്ചവടത്തിൻ്റെ ലാഭമായിട്ടാണ് പ്രോഫിറ്റ് കിട്ടുകയാണ്. ആ ഒരു പ്രോഫിറ്റാണ് അവൾക്ക് കിട്ടുന്നത് 1,00,000 രൂപയായിട്ട്. നമുക്കിവിടെ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം. ഫോർ ആൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളിവിടെ ടൂത്ത് ജെൽ ഉണ്ട്, ഫോറവറിൻ്റെ ടൂത്ത് ജെൽ, അതുപോലെ സ്ക്രബ്, നമുക്ക് ഫേസ് ക്രീം, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പം അതവർ നമ്മളിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രോഫിറ്റാണ് നമുക്ക് കയറുന്നത്. സ്റ്റാർട്ടിങ്ങിൽ ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് 25% പ്രോഫിറ്റാണ് കിട്ടുക. റാങ്കുകൾ മാറുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രോഫിറ്റിൻ്റെ ലെവലും കൂടും. അപ്പം ഒരു 48% പ്രോഫിറ്റ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരു മാനേജർ ലെവലൊക്കെ ആകുമ്പോഴേക്കും നമുക്കൊരു 48% പ്രോഫിറ്റ് നമുക്ക് ലഭിക്കും. സ്റ്റാർട്ടിങ്ങിൽ 25 മാർജിൻ പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് കമ്പനി പേ ചെയ്യുക. അടുത്ത ചോദ്യം, എങ്ങനെയാണ് ഇവിടെ കസ്റ്റമർ ബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്? ചിലരുടെ ഒക്കെ വിചാരം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ സ്റ്റാറ്റസ് ഇടുക, പ്രോഡക്ട്സിൻ്റെ ഒക്കെ സ്റ്റാറ്റസ് ഇട്ട് ആൾക്കാരെങ്ങനെ കൊണ്ടുവരിക, അല്ലെങ്കിൽ അവരുടെ പിന്നാലെ പോയി കൺവിൻസ് ചെയ്തിട്ട് നമ്മൾ അവരെ ഈ ഒരു വർക്കിലേക്ക് ഇൻവോൾവ് ചെയ്യുക, അല്ലെങ്കിൽ പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിപ്പിക്കുക. അങ്ങനെയാണ് ചിലരുടെ ഒക്കെ വിചാരം. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അങ്ങനെയും ചെയ്യാം. പക്ഷേങ്കിൽ നമ്മളിവിടെ സിസ്റ്റമാറ്റിക്കലി ആണ് വർക്ക് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിവിടെ ഓൺലൈൻ ക്യാമ്പയിൻസ് ഒക്കെ വെക്കും. ക്യാമ്പയിൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചും കമ്പനീനെ കുറിച്ചും ഒരു ബോധവൽക്കരണം കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, വെൽനസിനെ കുറിച്ചൊക്കെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു എന്താ പറയുക, ജനങ്ങളിലോട്ട് ഈ ഒരു കമ്പനീനെ കുറിച്ചും അതുപോലെ വെൽനസിനെ കുറിച്ചൊക്കെയുള്ള അറിവ് എത്തിക്കുന്നത്. ചിലരൊക്കെ പറയുന്ന കാര്യമാണ്, ഈ ഒരു പ്രോഡക്ട്സിന് മാർക്കറ്റ് പ്രൈസിനെക്കാട്ടും കൂടുതലായിട്ട് പ്രൈസ് വരുന്നുണ്ട്. അപ്പം ശരിയാണ്, ഇതിന് മാർക്കറ്റ് പ്രൈസിനെക്കാട്ടും കൂടുതൽ പ്രൈസ് വരുന്നുണ്ട്. ഇത് നമ്മളെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്ട്സ് അല്ല, ഇന്ത്യയിൽ മാനുഫാക്ചറിങ് ചെയ്യുന്ന പ്രോഡക്ട്സ് അല്ല, ഇത് US മാനുഫാക്ചറിങ് ചെയ്യുന്ന പ്രോഡക്ട്സ് ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ ജസ്റ്റ് ആ ഒരു സംഭവം എന്താ പറയുക, പ്രോഡക്ട്സ് എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതിൻ്റെ മുകളിൽ മാനുഫാക്ചേർഡ് ഇൻ US എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ നമ്മളെ ഈ ഒരു പ്രോഡക്ട്സ് എന്ന് പറയുന്നത് അത്രയും പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്, നാച്ചുറൽ പ്രോഡക്ട്സ് ആണ്, അതുപോലെ തന്നെ ഹെൽത്തി പ്രോഡക്ട്സ് ആണ്. ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി, നമുക്ക് എന്താ പറയുക, അത്രയും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് നമുക്കിവിടെ ഫോറവർ തരുന്നത്. പ്രോഡക്ട്സ് നല്ലതാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയി പരിശോധിക്കാം, എവിടെ വേണമെങ്കിലും പോയിട്ട് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ ഈ ഒരു ഇത്രയും രാജ്യത്ത് ഇതിന് ഇത്രയും ഡിമാൻഡ് വരുന്നുണ്ടെങ്കിൽ അത് അത്രയും ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് ആയതുകൊണ്ടാണ്. ഈ ഒരു പ്രോഡക്ട്സിനെ പറ്റിയുള്ള എല്ലാ നോളജും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്ന ക്യാമ്പയിൻസിൽ തന്നെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ക്യാമ്പയിൻസ്, അതായത് ബോധവൽക്കരണ ക്ലാസ്സുകളിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഹെൽത്തി ആൻഡ് ഫിറ്റ് ആയിരിക്കുക, അല്ലെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കുക, യങ് ആയിരിക്കുക എന്ന് പറയുന്നത് ഏതൊരാൾക്കും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഇതൊക്കെ നമ്മളെ ഈ ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട് നമ്മളുടെ ഈ പ്രോഡക്ട്സിലൂടെ. അത്രയും നല്ല നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. അപ്പം എന്താന്ന് പറയുക, നമ്മളിവിടെ എന്ന് പറഞ്ഞാൽ അത്രയും സിസ്റ്റമാറ്റിക്കലി ആണ് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ഹൗസ് വൈഫ്സ്, സ്റ്റുഡൻസ്, യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവരൊക്കെ ഒരുപാട് വോളിയം ബിസിനസ്സിൽ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല കസ്റ്റമർ ബേസും ഉണ്ട്. ഇങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും കസ്റ്റമർ ബേസ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ സിസ്റ്റമാറ്റിക്കലി ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഓൺലൈൻ ക്യാമ്പയിൻസ് വെക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ ഓൺ എക്സ്പീരിയൻസ് കണ്ടിട്ട് വരുന്നവരുണ്ട്. പിന്നെ
സ്വയം ഉപയോഗിച്ചിട്ട് നമുക്ക് എക്സ്പീരിയൻസ് അറിയാൻ സാധിക്കും. അങ്ങനെയൊക്കെ കസ്റ്റമേഴ്സ് ക്രിയേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, സെക്കൻഡ് വൺ ആണ് നമ്മൾ പ്രോസ്യൂമർ ക്രിയേഷൻ എന്ന് പറയുന്നത്. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതിയാണ്, പക്ഷേ പവർഫുൾ ആയിട്ടുള്ള ഒരു രീതിയും കൂടിയാണ്. പ്രോസ്യൂമർ ക്രിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റീനെ ജനങ്ങളിലോട്ട് എത്തിക്കുക. അതായത് ഡിജിറ്റലൈസ്ഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് സോഷ്യൽ മീഡിയാസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ സിസ്റ്റമാറ്റിക്കലി ഈ ഒരു കമ്പനീനെ അല്ലെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റീനെ നമ്മൾ ജനങ്ങളിലോട്ട് എത്തിക്കുന്നു. ആഡായിട്ട്, അതുപോലെ തന്നെ FB, ഇൻസ്റ്റഗ്രാം, അതുപോലെ വാട്സപ്പ്, ഇപ്പോൾ യൂട്യൂബ്, ഗൂഗിൾ, അങ്ങനെ അതുവഴി നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റീനെ ഡിജിറ്റലൈസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു സാധാരണക്കാരന് ഹെൽത്ത് ആൻഡ് വെൽത്ത് ഏൺ ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ ജനങ്ങളിലോട്ട് എത്തിക്കുക. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. രണ്ട് രീതിയിൽ ചെയ്യാം. കൺസ്യൂമർ ക്രിയേഷനിലൂടെ ചെയ്യാം, അതുപോലെ പ്രോസ്യൂമർ ക്രിയേഷനിലൂടെയും ചെയ്യാം. രണ്ട് രീതിയിലും നമുക്ക് ഇവിടെ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കും, സിംപ്ലി പറയുകയാണെങ്കിൽ. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ഈ ഒരു ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആദ്യം കമ്പനി, പ്രോഡക്ട്സ്, ഓപ്പർച്യൂണിറ്റി ഇത് നന്നായിട്ട് അറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക. അല്ലാത്തവർ ഇവിടെ വന്ന് വർക്ക് ചെയ്തിട്ട് ഒരു കാര്യമില്ല. സിമ്പിൾ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി, പ്രോഡക്ട്സ്, കമ്പനി ഇതൊന്നും മനസ്സിലാക്കാതെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. നമ്മൾ നെഗറ്റീവ് അടിച്ച് നമ്മൾ തിരിഞ്ഞു പോകും. ഓക്കെ, പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കി വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർ പേഷ്യൻസോടെ നിൽക്കും. കാര്യങ്ങൾ മനസ്സിലാക്കി അവർ ആ ഓപ്പർച്യൂണിറ്റി ഒക്കെ മനസ്സിലാക്കി പ്രോഡക്റ്റ് മനസ്സിലാക്കി വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്, അതായത് എനിക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് ഉപയോഗിച്ചതാണ് എൻ്റെ പ്രോഡക്ട്സ്. ആ ഒരു പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഉപയോഗിച്ചൊരു വ്യക്തിയാണ്. എൻ്റെ അമ്മ, അച്ഛൻ ഇവരെല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ അനിയത്തി നോക്കുകയാണെങ്കിൽ അവൾക്ക് മുടി കൊഴിച്ചിലുണ്ടായിരുന്നു, താരനുണ്ടായിരുന്നു, അലോവേര ജെൽ ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് ആ ഒരു 2 ആഴ്ച കുടിച്ചപ്പോൾ തന്നെ നല്ലൊരു മാറ്റം ഉണ്ടാകാൻ സാധിച്ചു. അപ്പം എന്താ പറയുക, ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് റിസൾട്ട് ഓറിയൻറ്റഡ് ആണ്, പെട്ടെന്ന് തന്നെ റിസൾട്ട് തരുന്നൊരു ഇതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും പ്യുവർ ആയിട്ടുള്ള അലോവേരയാണ്. അത്രയും പ്യുവർ 99.9% അലോവേരൻ്റെ ജെല്ലാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പം അത്രയും ക്വാളിറ്റി ഉള്ള, അതായത് സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള അലോവേരയാണ്. ആൻഡ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഓരോ പ്രോഡക്ട്സും ഒന്നിനൊന്ന് മെച്ചമുള്ള സാധനങ്ങളാണ്. അപ്പം നമ്മൾ സ്വന്തം ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ എന്താ പറയുക മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ. ഓക്കെ, ഞാൻ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളൊരിക്കലും പ്രീ ജഡ്ജ് ചെയ്ത്, ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരാളൊരു മൂവി കണ്ടു, അതിപ്പോൾ ഒരു 10 പേര് കണ്ടു വിചാരിച്ചു. അപ്പോൾ 10 പേർക്കും 10 അഭിപ്രായങ്ങളാണ് ഉണ്ടാവുക. അപ്പം 11ാമതായിട്ടുള്ള ഞാൻ, അപ്പം എനിക്കെന്ന് പറയുമ്പം അവർ പറയുന്ന അഭിപ്രായം ആവണമെന്നില്ല എനിക്കും. പക്ഷെ ഞാനിപ്പോൾ അവരുടെ അഭിപ്രായം ഏറ്റെടുത്തിട്ട് പറയുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അപ്പം അതിൻ്റെ അർത്ഥം എന്താ, എനിക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ലാത്തൊരു വ്യക്തിയായിരിക്കും എന്നല്ലേ. അപ്പം നമ്മൾ ഏതൊരു കാര്യം നമ്മൾ സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാനും പറയാനും. നിങ്ങൾ സീരിയസ്ലി ഒരു ബിസിനസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോഡക്റ്റ്, കമ്പനി, ഓപ്പർച്യൂണിറ്റി ഇതിനെ മനസ്സിലാക്കുക. പ്രോഡക്റ്റ് സ്വന്തമായിട്ട് ഉപയോഗിക്കുക. സ്വന്തമായിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരിലേക്ക് നമ്മളുടെ അനുഭവങ്ങളെ എത്തിക്കൂ. ആൾക്കാർ ഇങ്ങനെ പ്രീ ജഡ്ജ് ചെയ്യുന്നുണ്ട്. പ്രീ ജഡ്ജിങ് മീൻസ് എന്താ പറയുക, ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് മണി ചെയിൻ ആണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊരു അറിവില്ലായ്മയാണ്. നമുക്കിവിടെ ഇത്രയും നല്ല കമ്പനി, അത് ഇത്രയും നല്ലൊരു കമ്പനി, ഇത്രയും നല്ലൊരു ഇൻഡസ്ട്രി ഉണ്ട്. അപ്പം ഈ ഒരു ഇൻഡസ്ട്രീൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാതെയാണ് എല്ലാവരും ഇവിടെ ഇങ്ങനെ ഈ ഒരു ജഡ്ജിങ്ങുമായിട്ട് വരുന്നത്. വളരെ വലിയൊരു ഇൻഡസ്ട്രിയാണ്. ഒരുപാട് പേരെ സക്സസ്ഫുൾ ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ എന്താ പറയുക, അത് ആവണോ വേണ്ടയോ എന്നുള്ള ചിന്തിക്കേണ്ടതും തീരുമാനം എടുക്കേണ്ടതും നമ്മളാണ്. നമ്മളെ കൺവിൻസ് ചെയ്യാൻ ആരും വരില്ല. നമ്മളെ പിന്നാലെ വന്ന് നീ ഇത് ചെയ്തോ, നിനക്ക് ഇത് നല്ലതാണ്, അങ്ങനെ ആരും വരില്ല. നമ്മൾ തന്നെയാണ് തീരുമാനം എടുക്കേണ്ടത്. നമ്മൾ തന്നെയാണ് സീരിയസ്ലി ഇതിനോട്ട് മുന്നോട്ട് വരേണ്ടത്. അപ്പം എന്നാൽ മാത്രമേ നമുക്കിവിടെ സക്സസ് ആവാൻ സാധിക്കുകയുള്ളൂ. നമുക്കിവിടെ ഇത്രയും വലിയ കമ്പനി, ബിഗ് ഓപ്പർച്യൂണിറ്റി, അതുപോലെ ഇത്രയും നല്ല പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഈ നമ്മളുടെ ബിസിനസ് സ്കെയിലപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ കമ്പനീനെ പഠിക്കുക, ഓപ്പർച്യൂണിറ്റീനെ പഠിക്കുക, പ്രോഡക്ട്സ് അറിയുക. ഇങ്ങനെ ഇതിനൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്കിവിടെ നല്ല രീതിയിൽ നമുക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ബിസിനസ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം എന്താ പറയുക, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. ഇവിടെ ആരും ഇപ്പോൾ പഠിച്ചിട്ടല്ല വരുന്നത്. ഞാനും ഒരു ബിഗിനറാണ്. അപ്പം ഞാനും ഇവിടെ സ്വന്തമായിട്ട് ഡിസ്കവർ ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് വന്നത്. അപ്പം എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ആർക്കെങ്കിലും ഇവിടെ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കണം, അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളവരുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് ഈ കമ്പനീനെ, പ്രോഡക്ട്സിനെ, ഓപ്പർച്യൂണിറ്റീനെ മനസ്സിലാക്കിയിട്ട് വരിക. അല്ലാതെ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഒരു കാര്യമില്ല, മറ്റുള്ളവർ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ നെഗറ്റീവ് ആകും, നെഗറ്റീവ് അടിക്കും. അപ്പോൾ ഇവിടെ ഇതെല്ലാം മനസ്സിലാക്കി വന്നവരാണ് ഇപ്പം മാനേജർ ലെവലിലും, ഈക്വൽ മാനേജർ ലെവലിലും, സോളിംഗ് മാനേജർ ലെവലിലും ഒക്കെ നിൽക്കുന്നത്. അപ്പം നമ്മൾ ഇനീഷ്യൽ സ്റ്റേജാണ്, എൻ്റെയൊക്കെ ഇനീഷ്യൽ സ്റ്റേജാണ്. പക്ഷെ ഞാനിതൊക്കെ ഇപ്പം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കി കഴിഞ്ഞൊരു വ്യക്തിയാണ്, പ്രോഡക്ട്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറയുന്നതും ഈ ഒരു വീഡിയോ ആയിട്ട് വന്നതും. അപ്പം താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഞാനിവിടെ അടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.